ബംഗളൂരുവിൽ വൻ മയക്കുമരുന്ന് വേട്ട. ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് 38 കിലോയോളം MDMA പിടികൂടി. മംഗലാപുരം സിറ്റി ക്രൈംബ്രാഞ്ചാണ് മയക്കുമരുന്ന് വേട്ട നടത്തി. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുകയാണ് കാസർഗോഡ് നിന്ന്. സിജു, ഈ സമീപകാലത്ത് പിടികൂടിയ ഏറ്റവും വലിയ വേട്ടയാണെന്ന് മനസ്സിലാക്കേണ്ടി വരുന്നത്. 38 കിലോഗ്രാം MDMA എന്ന് പറയുന്നത് വലിയ തരത്തിൽ കോടികളുടെ ഇടപാട് ആണ് നടന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പിടിയിലായത് 2 ദക്ഷിണാഫ്രിക്കൻ വനിതകളാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? സിജു, കർണാടക പോലീസ് എടുത്തിട്ട് പിടികൂടിയ ഏറ്റവും വലിയ MDMA വേട്ടയാണ് ബംഗളൂരുവിൽ നടന്നത്. മംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ബംഗളൂരുവിൽ നിന്ന് 2 ദക്ഷിണാഫ്രിക്കൻ സ്വദേശികളായ വനിതകളെ പിടികൂടിയിരിക്കുന്നത്. ബംഗളൂരു നീലാദ്രി നഗറിലെ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നാണ് ദക്ഷിണാഫ്രിക്കൻ സ്വദേശികളായ അബിഗെയിൽ അഡോണിസ്, ബാംബ ഫാൻഡ എന്നിവർ പിടിയിലായത്. ഇവരുടെ കയ്യിൽ നിന്നും 37.870 കിലോഗ്രാം MDMA പിടികൂടി. ഡൽഹിയിലാണ് ഇരുവരും താമസിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് വിമാനമാർഗമാണ് ബംഗളൂരുവിൽ MDMA എത്തിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. പിടികൂടിയ MDMAക്ക് വിപണിയിൽ 75 കോടി രൂപ വില വരും. ഇവരുടെ കയ്യിൽ നിന്ന് 4 മൊബൈൽ ഫോണുകൾ, 2 ട്രാവൽ ബാഗുകൾ, 2 പാസ്പോർട്ടുകൾ, 18,460 രൂപയും കണ്ടെടുത്തു. രാജ്യത്താകെ വിമാനമാർഗം നഗരങ്ങൾ കേന്ദ്രീകരിച്ച് MDMA എത്തിച്ച് വിൽപ്പന നടത്തുന്ന വൻകിട റാക്കറ്റിലെ കണ്ണികളാണ് ഇരുവരുമെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ വർഷം അവസാനം മംഗളൂരു പമ്പുവിനടുത്തുള്ള ലോഡ്ജിൽ നിന്ന് 15 ഗ്രാം MDMAയുമായി ഹൈദർ അലി എന്നയാൾ പിടിയിലായിരുന്നു. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തുടരന്വേഷണത്തിലാണ് ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് ശൃംഖലയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. ഇതേ തുടർന്ന് മംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ച് കേസന്വേഷണം ഏറ്റെടുക്കുകയായിരുന്നു. അന്വേഷണത്തിൽ നൈജീരിയൻ പൗരനായ പീറ്റർ ഇഖേഡി ബെലോൻവു എന്നയാൾ 6 കിലോ MDMAയുമായി അറസ്റ്റിലായി. ഇയാളിൽ നിന്നാണ് രാജ്യത്താകെ വിമാനമാർഗം നടക്കുന്ന MDMA കടത്തിനെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്ന ദക്ഷിണാഫ്രിക്കൻ വനിതകളെ കുറിച്ചുള്ള വിവരം ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇരുവരും പിടിയിലായിരിക്കുന്നത്. സിജു, മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ താമസിച്ചിരിക്കുന്നത് ഡൽഹിയിൽ. ബാംഗ്ലൂരിൽ വന്ന ശേഷം വിവിധ മേഖലകളിലേക്ക് MDMA എത്തിക്കുന്നവർ, അതായത് രാജ്യമാകെ പടരുന്ന റാക്കറ്റിൻ്റെ പ്രധാന കണ്ണികളെന്ന് പറയാൻ കഴിയുമോ? കാരണം ഇവരിൽ പിടികൂടുന്നതോടെ മറ്റ് മേഖലകളിൽ, പ്രധാനമായും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ഇവരിൽ നിന്ന് തന്നെയാകണം MDMA എത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 38 കിലോ എന്ന് പറഞ്ഞാൽ ചെറിയ അളവല്ല. വലിയ ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ MDMA പിടികൂടിയിരിക്കുന്നത്. 38 കിലോയോളം MDMAയാണ് ഇവരുടെ കയ്യിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. മംഗളൂരു പോലീസ് നൽകുന്ന വിവരം, ഇവർ രാജ്യത്താകെ നഗരങ്ങളിലേക്ക് വിമാനമാർഗം MDMA എത്തിക്കുന്ന വൻകിട റാക്കറ്റിലെ കണ്ണികൾ എന്നാണ് പറയുന്നത്. പ്രധാനമായും ദക്ഷിണേന്ത്യയിലേക്ക് MDMA എത്തുന്നത് ബംഗളൂരു നഗരത്തിൽ നിന്നാണ്. ബംഗളൂരു നഗരത്തിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് റോഡ് മാർഗം ഉൾപ്പെടെയാണ് കേരളത്തിലേക്ക് ഉൾപ്പെടെ എത്തുന്നത് എന്ന് പലതവണ വിവിധ പ്രതികളെ പിടികൂടിയതിൽ നിന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളതാണ്. നേരത്തെ കാസർഗോഡ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നൈജീരിയൻ സ്വദേശികളെ ബംഗളൂരുവിലെത്തി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് സമാനമായ നിലയിലുള്ള ഒരു കേസാണ് ഇപ്പോൾ മംഗളൂരു സിറ്റി പോലീസ് എടുത്തിരിക്കുന്നത്. 2 ദക്ഷിണാഫ്രിക്കൻ വനിതകളെ പിടികൂടിയിരിക്കുന്നത്. ഇവർ പ്രധാനമായും ബംഗളൂരു നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി വലിയ തോതിൽ MDMA എത്തിക്കുന്ന സംഘമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. വൻകിട കച്ചവടക്കാർക്ക് MDMA എത്തിച്ച് അവിടെ നിന്ന് ചെറുകിട കച്ചവടക്കാർക്ക് കൈമാറുന്ന രീതിയിലാണ് MDMA കൈമാറ്റം എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും കർണാടക പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ MDMA വേട്ടയാണ് ഉണ്ടായിരിക്കുന്നത്. ക്ലീൻ മംഗളൂരു പദ്ധതിയുടെ ഭാഗമായി വലിയ മയക്കുമരുന്ന് വേട്ട മംഗളൂരുവിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നാണ് കർണാടക സിറ്റി ക്രൈംബ്രാഞ്ച് പോലീസ് ഇപ്പോൾ വിവരം നൽകിയിരിക്കുന്നത്. ശരി, സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് കഞ്ചാവുമായി 10ാം ക്ലാസ്സുകാരൻ പിടിയിൽ. പൂഞ്ഞാർ പനച്ചിക്കപ്പാറയിലാണ് സംഭവം. 6 ഗ്രാം കഞ്ചാവാണ് വിദ്യാർത്ഥിയിൽ നിന്ന് പിടിച്ചെടുത്തത്. റോഡിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട വിദ്യാർത്ഥിയെ പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെത്തിയത്. കൊച്ചിയിൽ MDMAയുമായി 2 പേർ പിടിയിൽ. തോപ്പുംപടിയിൽ നിന്ന് എറണാകുളം SRM റോഡിൽ നിന്നുമാണ് 2 പേർ പിടിയിലായത്. അരുൺകുമാർ, മുഹമ്മദ് സനൂപ് എന്നിവരെയാണ് പിടികൂടിയത്.